മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഇവിടെ ഉത്തരേന്ത്യയിലത്തെ പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, 1995 AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ 22,000 വോട്ടിന് വിജയിപ്പിച്ചാരാ? ലീഗല്ലേ. അന്ന് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മുഴുവൻ അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ആൻ്റണി ജയിച്ച് 26,000 വോട്ടിന്. അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് ഒരു പ്രധാനമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ MLA ആയിരുന്ന ബീരാൻ സാഹിബ് രാജിവെച്ചപ്പോഴാണ് ബൈ ഇലക്ഷൻ നടന്നത്. അതന്ന് മുസ്ലിം ലീഗ് നൽകിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭയിൽ അംഗമല്ലാതിരുന്ന AK ആൻ്റണിക്കാണ്. അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള പൊന്നാനിയിൽ അവിടെ MP ഗംഗാരൻ TK MC ആയിട്ട് 2001 മത്സരിച്ചപ്പോൾ ജയിച്ച MP ഗംഗാരനാണ്. അപ്പോൾ ഇത്രയും ഒരു വിശാല മനസ്സുള്ള ഒരു ജില്ലയെ ഈ രീതിയിൽ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടക്കില്ല. നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ UDFൻ്റെ സ്ഥാനാർത്ഥി വരും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ ഒരു തർക്കവും ഉണ്ടാകും. ഒറ്റക്കെട്ടായിട്ട് പാർട്ടി തീരുമാനമെടുക്കും. ഒരുമിച്ച് തന്നെ പാർട്ടി രംഗത്തിറങ്ങും. UDF രംഗത്തിറങ്ങും. 20,000-ൽ കുറയാത്ത വോട്ടിന് നിലമ്പൂർ സീറ്റ് UDF LDFിൽ നിന്ന് തിരിച്ചു. കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുന്നതാണ് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെയും സഹകരണം ഇലക്ഷന് പൂർണ്ണമായിട്ട് UDFിനോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് 101% നിലമ്പൂരിൽ UDFൻ്റെ വിജയം ഉറപ്പാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ ഞാൻ ഫീൽഡിലുണ്ടാവും. നിങ്ങൾ പാലക്കാട് പറഞ്ഞാലേ മുരളീധരൻ വരുമോ ഇല്ല എന്നുള്ളത്. ഇനി അങ്ങനത്തെ ചർച്ചയുണ്ടാവില്ല. നിലമ്പൂർ ആദ്യം തന്നെ ഞാനുണ്ടാവും. ഇല്ല, അത് വെറുതെ എല്ലായിടത്തും എൻ്റെ പേര് വിളിച്ചറിയിക്കണ്ട. അവിടെ സ്ഥാനാർത്ഥിയാവാൻ പറ്റിയ ആൾക്കാർ ആ ജില്ലയിലും ഉണ്ട്, നിലമ്പൂരും ഉണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിന് ഒരു പ്രയാസവും ഇല്ല, ഒരു തർക്കവും. മലപ്പുറത്ത് തന്നെയുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നു. UDF കേരളത്തിൽ മൊത്തം ഇത് തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം. അല്ലാതെ അതൊന്നും ഏതെങ്കിലും വ്യക്തിയുടെ ഇലക്ഷൻ വർക്കല്ല, മുന്നണിയുടെ ഇലക്ഷൻ വർക്കാണ്. സ്ഥാനാർത്ഥിയായി തീരുമാനിക്കേണ്ട ഘട്ടം എത്തിയിട്ടില്ല. ഇനിയുണ്ട് സമയം. പഞ്ചായത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി AK ആൻ്റണി പറഞ്ഞ പോലെ ലോക്കൽ ബോഡി 24 കഴിഞ്ഞിട്ടല്ല 25. പക്ഷേ 25-ൻ്റെ വർക്കും ഞങ്ങൾ നടത്തുന്നുണ്ട്. അല്ല ശരി, 2025 എൻ്റെ പറഞ്ഞാൽ 2025 നമ്പർ 1 പ്രയോറിറ്റി. 25 കഴിഞ്ഞിട്ട് 26 വരും.